എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 29-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ദക്ഷിണ കൊറിയൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഗോസ്റ്റ് ട്രെയിൻ. ഒരു യൂട്യൂബറായ കഥാനായിക തന്റെ ചാനലിലെ ഹൊറർ കണ്ടന്റുകൾക്ക് കൂടുതൽ കാഴ്ചക്കാരെ ലഭിക്കാനായി ഒരു മെട്രോ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന നൈറ്റ് ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷൻ ഓഫീസറെ അവൾ ചെന്ന് കാണുകയും അവിടെ സംഭവിക്കുന്ന നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് ആ സ്റ്റേഷൻ ഓഫീസർ താൻ നേരിട്ടതും അറിഞ്ഞതുമായ ചില ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് സിനിമ ഭൂരിഭാഗവും മുന്നോട്ട് പോകുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഷാജി കൈലാസർ സംവിധാനത്തിൽ ജോജു ജോർജ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണല്ലോ വരവ്. AK സാജൻ രചനവും സംവിധാനം നിർവഹിച്ച ഈ സിനിമയിൽ 10 ദിവസത്തെ പരോളിൽ ജയിലിൽ നിന്നിറങ്ങുന്ന ജോജു ജോർജ് അവതരിപ്പിക്കുന്ന പോൾസൺ തങ്ങളെ തകർത്തവരോട് പ്രതികാരം ചെയ്യാനും വർഷങ്ങളായി മൂടിവെച്ച സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുമാണ് പോൾസൺ തിരിച്ചെത്തുന്നത്. പോൾസന്റെ സഹോദരിയുടെ ജീവിതത്തിലുണ്ടാകുന്ന നിർണായകമായ വഴിത്തിരിവുകളും തുടർന്ന് നടക്കുന്ന സംഘടനകളും അന്വേഷണങ്ങളുമാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം. അർജുൻ അശോകൻ, മുരളി ഗോപി, സാനിയ ഇയ്യപ്പൻ, വാണി വിശ്വനാഥ്, ബാബുരാജ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 10 കോടി രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 8 കോടി രൂപയ്ക്ക് അടുത്തുമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നും ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു തെലുങ്ക് ക്രൈം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഫൈറ്റർ ശിവ. പ്രഭാസ് നിർമ്മല രചനയും സംവിധാനം നിർവഹിച്ച ഈ സിനിമയിൽ സുനിലാണ് ഒരു പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരു സിനിമാ സംവിധായകനാകുക എന്ന ലക്ഷ്യത്തോടെ ഹൈദരാബാദിലേക്ക് വരുന്ന ശിവ തനിക്ക് നേരിടേണ്ടി വരുന്ന സിനിമാ ലോകത്തെ തുടർച്ചയായ അവഗണനകളും പരാജയങ്ങളും അവനെ സാമ്പത്തികമായി തകർക്കുന്നു. അങ്ങനെ സ്വന്തമായി ഒരു സിനിമ ചെയ്യാനായി പണം കണ്ടെത്താനായി ലഹരി മാഫിയ സംഘത്തിൽ ചേരുന്നതും പിന്നീട് അവൻ ശക്തനായി വളരുകയും വളരെയധികം പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ലഹരി മാഫിയയുടെ ലോകത്തിൽ അവൻ അകപ്പെടുകയും ഒടുവിൽ ഈ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ നടത്തുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഹിന്ദി ഡബ്ഡ് വേർഷൻ അൾട്രാ OTT പ്ലാറ്റ്ഫോമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M. പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K. മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 4-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി ഡബ്ഡ് ആക്ഷൻ അഡ്വഞ്ചർ ഫോറസ്റ്റ് ത്രില്ലർ സിനിമയാണ് മഹാവർ. ലക്ഷ്മിപതി ബാലാജി, ത്രില്ലർ മഞ്ജു, ദിവ്യശ്രീ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. രവി ശങ്കർനാഥ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാടിനെ ദൈവത്തെ പോലെ കാണുന്ന നായകനും കൂട്ടരും കാടും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാനും വനത്തെ നശിപ്പിക്കുന്ന അധോലോക സംഘത്തിനെതിരെ അയാൾ നടത്തുന്ന ജീവന്മരണ പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. അൾട്രാ പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ ജൂലൈ മാസം 29 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് തമിഴിൽ നിന്നും ഒരു മെഡിക്കൽ ഡ്രാമ വെബ് സീരീസ് ആണ് ഹാർട്ട് ബീറ്റ് സീസൺ 3. മലയാളി താരം അനുമോൾ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സീരീസിൽ കൂടുതൽ സങ്കീർണമായ മെഡിക്കൽ കേസുകളും അടിയന്തര ഘട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തെലുങ്ക് ഒറിജിനൽ ഡ്രാമ റൊമാൻസ് മൂവിയാണ് സെക്കൻഡ് മാരേജ്. രവി മഹാദാസ്യം, മൗനിക റെഡ്ഡി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. രവി മഹാദാസ്യം സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ETV വിന്നാണ്. ജൂലൈ മാസം 30 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു ഹിന്ദി അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് ദമാൽ 4. ഷൈൻ താൻ സിംഗിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മറഞ്ഞിരിക്കുന്ന വലിയ നിധിയെക്കുറിച്ചാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഏകദേശം 200 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 192 കോടി 85 ലക്ഷമാണ്. അജയ് ദേവഗൺ, ഹൃദേശ് ദേശ്മുഖ്, അർഷാദ് വാർസി, സഞ്ജയ് മിശ്ര എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ മാസം 4-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് ആസാദി 501. ശിവ തേജ സംവിധാനം ചെയ്ത ഈ സീരീസിൽ ഇന്ത്യയിലേറെ കോലാഹലം സൃഷ്ടിച്ച സംഭവമായ വെറും 251 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ നൽകുമെന്ന് പ്രഖ്യാപിച്ച് കോടിക്കണക്കിന് ആളുകളെ പറ്റിച്ച് പണം തട്ടിയ ആസൂത്രിത പദ്ധതി അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ വെബ് സീരീസ് ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു കന്നഡ റൊമാന്റിക് ഫാമിലി ഡ്രാമ ഫിലിമാണ് ഭുവനും ഗഗൻ. പ്രമോദ് പഞ്ചു, പൃഥ്വി അംബാർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഗിരീഷ് മുലിമാനി സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രശസ്തമായ ഈവിൾ ഡെഡ് ഹൊറർ ഫ്രാഞ്ചൈസിയിലെ പുതിയ ചിത്രമാണ് ഈവിൾ ഡെഡ് ബേൺ. അബദ്ധത്തിൽ എത്തിപ്പെടുന്ന ദുർമന്ത്രവാദത്തിന്റെയും ഭീതിയുടെയും ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ കഥാപാത്രങ്ങൾ നടത്തുന്ന ജീവന്മരണ പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സിനിമ ആരംഭിക്കുന്നത് ഇതിന്റെ മുൻഭാഗമായ ഈവിൾ ഡെഡ് റൈസ് എന്ന ചിത്രത്തിന്റെ തുടർച്ചയായിട്ടാണ്. അതിലെ മെക്സിക്ക എന്ന പ്രേതം ബാധിച്ച രൂപം ഒരു തടാകക്കരയിൽ വെച്ച് 2 മീൻപിടുത്തക്കാരെയും ആലീസിന്റെ ഭർത്താവായ വില്യംസിനെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് നമുക്ക് സിനിമയിലൂടെ കാണാൻ കഴിയുന്നത്. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 4-ാം തീയതിയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 11-ാം തീയതിയോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ് ജനനായകൻ. ദളപതി വിജയ് നായകനായെത്തി H.
വിനോദ് സംവിധാനം ചെയ്ത ഈ തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രം വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമാണ്. മമിത ബൈജു, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, പ്രിയമണി, നരേൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തും. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 300 കോടി മുതൽ 365 കോടി രൂപ വരെയാണ്. ഈ മൂവിയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 246 കോടി രൂപയാണ്. C5 ഈ മൂവിയുടെ OTT റൈറ്റ്സ് 50 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിയേറ്ററിൽ നല്ല വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മൂവിയുടെ OTT റിലീസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.